നമ്മുടെ ഈ മൊബൈൽ നമ്പറിലെ എനർജി മാറി തന്നെ നമുക്ക് ബർത്ത് ചാർട്ടുമായിട്ട് അലൈൻ ചെയ്തേക്കുന്ന ഈ എനർജിയുടെ സെയിം ആയിട്ടുള്ള പേരിനകത്തും എനർജി ഉണ്ട്. സപ്പോസ് ഇൻഡിക്ക എന്ന് പറയുന്ന നമ്പർ മീൻസ് ഈ പേരിൻ്റെ ഒന്ന് നോക്കി കഴിഞ്ഞാൽ, അതുപോലെ DLF എന്ന് പറഞ്ഞാൽ 117 ആണ്. 117 എന്ന് പറഞ്ഞാൽ എന്ത് അല്ല 117. അപ്പം ആ ഒരു 1ഉം 1ഉം 7ഉം കൂടെ വന്നപ്പോഴത്തേന് DLFൻ്റെ പേരെവിടെ നിന്ന് പോയി, നല്ല കയറിപ്പോയില്ലയോ. അതേമാതിരി ജിയോ നോക്കിയോ, ജിയോയുടെ നമ്പർ നോക്കി ടോട്ടൽ എത്ര വരുന്നതെന്ന്. അപ്പം ഈ ഓരോ സംഭവങ്ങളും കൂട്ടിയെടുത്തിട്ട് കഴിയുമ്പോഴത്തേന് അതിൻ്റെ എനർജിയിലുള്ള ഒരു വ്യത്യാസങ്ങൾ വരും. അപ്പോൾ ഈ ഒരു വ്യത്യാസം സപ്പോസ് ടാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, അതുപോലെ ജിൻഡാൽ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ നമ്പർ 6. അപ്പം നമ്പർ 6ൻ്റെ എനർജി. അപ്പോൾ അങ്ങനെ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ നമ്പറിൻ്റെയും ഓരോ നെയിമുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ കർവ് CURVV എന്ന് പറയുന്നതിന് ടാറ്റ കർവ് എന്നുള്ള എന്തുകൊണ്ട് അവരങ്ങനെ CURV എന്ന് പറയുന്നതിന് വി എന്ന് എന്തുകൊണ്ടിട്ടു? അപ്പോൾ അവിടെ നമ്പർ 6 നമ്പർ 6 എന്ന് പറഞ്ഞാൽ ലക്ഷറിയാണ്. അപ്പോൾ ഈ ഓരോ നെയിം ചേഞ്ചിങ്ങിൻ്റെയുമായിട്ടുള്ള അലൈൻ ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ വളരെ മൈന്യൂട്ടായിട്ട് തിങ്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഇതേമാതിരി ജിൻഡാൽ സ്റ്റീലും നമ്പർ 6. അപ്പോൾ ഈ ഇങ്ങനെ പല വലിയ വലിയ റിപ്യൂട്ടഡായിട്ടുള്ള ബ്രാൻഡ് മാരുതി എന്ന് പറയുന്നത് നമ്പർ 5. അപ്പോൾ ഈ ബ്രാൻഡുകളെയൊക്കെ ഈ നമ്പറെല്ലാം കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡുകൾ ഇങ്ങനെ നിൽക്കുന്നു? അപ്പോൾ ആ നമ്പറിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുകൊണ്ട് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഓരോ അങ്ങനെ ഡീപ്പായിട്ട് പോകുമ്പോൾ കുറേ കൂടി പറയാനുണ്ട്. അപ്പോൾ ഇത് ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട് നമുക്ക് ഇത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.